സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രവർത്തനങ്ങളെ പറ്റി സംസാരിക്കുന്ന സീരീസിന്റെ രണ്ടാമത്തെ ഓഡിയോ ആണിത്. ആദ്യത്തെ ഓഡിയോയിൽ ഈ ഒരു ടോപ്പിക്കിന്റെ ഇൻട്രൊഡക്ഷൻ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കേൾക്കാവുന്നതാണ്. ഇന്നത്തെ ഓഡിയോയിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നും അതിനാവശ്യമായ വർക്കിംഗ് ബേസിസ് എന്താണെന്നുമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ ഒരുപാട് പ്രിൻസിപ്പിൾസ് പഠിച്ചിട്ടുണ്ടല്ലേ. ഉദാഹരണത്തിന് മെറ്റൽ എക്സ്പാൻസ് വെൻ ഹീറ്റഡ് എന്നത് ലോകത്തിന്റെ ഏത് കോണിലും ഏത് സാഹചര്യത്തിലും ശരിയാണ്. മെറ്റൽ എക്സ്പാൻസ് വെൻ ഹീറ്റഡ്. ഒരു മെറ്റൽ ചൂടാക്കി അത് വികസിക്കും. അത് എവിടെയാണെങ്കിലും, അതിപ്പോൾ ഇന്ത്യയിലുള്ള ഒരു സ്റ്റീലാണെങ്കിലും ചൈനയിലുള്ള സ്റ്റീലാണെങ്കിലും അമേരിക്കയിലുള്ള സ്റ്റീലാണെങ്കിലും ഒക്കെ അത് വികസിക്കുക തന്നെ ചെയ്യും. അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്ത് പതിപ്പിക്കുന്നോ അത് നമ്മുടെ റിയൽ വേൾഡിൽ സംഭവിക്കുക എന്നുള്ളത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്താണോ നമ്മൾ നൽകുന്നത് അത് നമ്മുടെ പുറത്തുള്ള വേൾഡിൽ, അതായത് റിയൽ വേൾഡിൽ സംഭവിക്കുക തന്നെ ചെയ്യും. അത് കേൾക്കുമ്പോൾ പലർക്കും സംശയം ഉണ്ടാവും, അങ്ങനെ സംഭവിക്കുമോ എന്നുള്ളത്. തീർച്ചയായും സംഭവിക്കും. അതൊരു പക്ഷേ ഒരു സംഭവമായോ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ആയോ ഒക്കെ ആയിരിക്കും നമുക്ക്, അല്ലെങ്കിൽ ഒരു സാഹചര്യമായിട്ടായിരിക്കും സംഭവിക്കുന്നത് അല്ലെ. നമ്മൾ എത്തിപ്പെടുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു അനുഭവം, അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ്, അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിലുണ്ടായ ഒരു, നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിൽ നൽകിയ ഒരു ഇമേജ് നമ്മുടെ പുറമെ റിയൽ വേൾഡിൽ പുറത്തു വരുന്നത്. പക്ഷെ എങ്ങനെ തന്നെയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇത് പ്രതിഫലിക്കുക തന്നെ ചെയ്യും. ഞാനിത് പറയുമ്പോൾ പലർക്കും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം പലരുടെയും പ്രാർത്ഥനകൾ ഫലം കാണാറില്ല അല്ലേ. ചില ആളുകളുടെ പ്രാർത്ഥനകൾ ഫലം കാണാറുണ്ട്. എന്നാൽ ചിലപ്പോഴെങ്കിലും നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേട്ടില്ല എന്ന് നമുക്ക് തോന്നാറുണ്ട് അല്ലേ. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കുന്നത് ഒരു പ്രിൻസിപ്പിളിനെ ആധാരമാക്കിയാണ്. അത് കൃത്യമായി മനസ്സിലാക്കിയാൽ എന്തുകൊണ്ട് നമ്മുടെ ചില പ്രാർത്ഥനകൾ ഫലിക്കുന്നു എന്നും ചിലത് ഫലിക്കുന്നില്ല എന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മുടെ ഇലക്ട്രിസിറ്റി, വൈദ്യുതി എന്ന് പറഞ്ഞ സംഭവം ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് ഫ്ലോ ചെയ്യുക. അതാണ് അതിൻ്റെ അടിസ്ഥാന തത്വം, ബേസിക് പ്രിൻസിപ്പിൾ അതാണ് അല്ലേ. സെയിം വേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും ഒരു അടിസ്ഥാന പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. അത് എന്ത് പ്രിൻസിപ്പിളിലാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവുള്ളൂ. എന്താണ്? വിശ്വാസം. അത് തന്നെയാണ് ഉത്തരം. വളരെ സിമ്പിളായിട്ടുള്ള, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൊരു വാക്കാണ് വിശ്വാസം അല്ലെങ്കിൽ ബിലീഫ് എന്നുള്ളത്. നമ്മുടെ പ്രശസ്തമായ പരസ്യവാചകം പോലെ വിശ്വാസം അതല്ലേ എല്ലാം. തീർച്ചയായും 100% വിശ്വാസമാണ് എല്ലാം. ഇനി എന്താണ് വിശ്വാസം? എന്തുകൊണ്ടാണ് അത് പ്രവർത്തിക്കുന്നത്? അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കും. അപ്പം നമ്മുടെ മനസ്സിന്റെ നിയമം എന്ന് പറയുന്നത് വിശ്വാസമാണ്. ദ ലോ ഓഫ് അവർ മൈൻഡ് ഇസ് ദ ലോ ഓഫ് ബിലീഫ്. ദ ലോ ഓഫ് അവർ മൈൻഡ് ഇസ് ദ ലോ ഓഫ് ബിലീഫ്. നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അതാണ് സംഭവിക്കുന്നത്. നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അതാണ് സംഭവിക്കുന്നത്. ഇനി നമ്മൾ എന്താണോ വിശ്വസിക്കുന്നതെന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് എങ്ങനെയാണ് കണ്ടെത്തുന്നത് നമ്മൾ എന്താണ് വിശ്വസിക്കുന്നതെന്ന്? നമ്മുടെ ചിന്തകളെയാണ് നമ്മുടെ വിശ്വാസമായി മനസ്സ് പരിഗണിക്കുന്നത്. നമ്മുടെ ചിന്തകളെയാണ് നമ്മുടെ വിശ്വാസമായിട്ട് മനസ്സ് പരിഗണിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ചിന്തകളോടുള്ള സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രതികരണങ്ങളാണ്. ഓർക്കോ, നമ്മൾ പുറമെ വിശ്വസിച്ചിരിക്കുന്ന കാര്യമല്ല, നമ്മൾ പുറമെ പറയുന്ന കാര്യങ്ങളും നമ്മൾ പുറമെ വിശ്വസിച്ചിരിക്കുന്ന കാര്യങ്ങളും അല്ല. നമ്മൾ നമ്മുടെ മനസ്സിനകത്ത് എന്താണോ വിശ്വസിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് റിസൾട്ട് ഉണ്ടാവുന്നത്. വീഡിയോ സീരീസ് കേൾക്കുന്ന എല്ലാവർക്കും സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രവർത്തനം മനസ്സിലാക്കിയതിനു ശേഷം ശാസ്ത്രീയമായി പ്രാർത്ഥിക്കാൻ കഴിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തോടുള്ള നമ്മുടെ പ്രാർത്ഥന എന്നത് വളരെ ലളിതമായി പറഞ്ഞാൽ ഇസ് ദ ലോ ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. ഇസ് ദ ലോ ഓഫ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. ഇതിൽ ആക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലെ ചിന്തകളാണ്. ആക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലെ ചിന്തകളാണ്. റിയാക്ഷൻ എന്ന് പറയുന്നത് അതിനോടുള്ള നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രതികരണമാണ്. ആക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലെ ചിന്തകളാണ്. റിയാക്ഷൻ എന്ന് പറയുന്നത് അതിനോടുള്ള നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രതികരണങ്ങളാണ്. അത് നമ്മുടെ മനസ്സിലെ ചിന്തകളെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനെ നല്ല ചിന്തകൾ കൊണ്ട് നിറയ്ക്കുക. അതുവഴി എല്ലാവരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. നമുക്ക് എത്ര മനസ്സുണ്ട്? ഞാനിപ്പോൾ കുറേ നേരമായി പറയുന്നു സബ് കോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡ്, ഉപബോധ മനസ്സെന്നൊക്കെ പറഞ്ഞല്ലേ. ശരിക്കും നമുക്ക് എത്ര മനസ്സുണ്ട്? സത്യത്തിൽ നമുക്ക് ഒരു മനസ്സേ ഉള്ളൂ. പക്ഷെ നമ്മുടെ മനസ്സ് രണ്ട് വ്യത്യസ്ത സ്വഭാവങ്ങൾ കാണിക്കുന്നുണ്ട്, രണ്ട് വ്യത്യസ്ത ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നുണ്ട്. തീർത്തും വ്യത്യസ്തമായ രണ്ട് ഫംഗ്ഷനുകളാണ് ഈ മനസ്സ് ചെയ്യുന്നത്. തീർത്തും വ്യത്യസ്തമായ രണ്ട് ഫംഗ്ഷൻസാണ് നമ്മുടെ മനസ്സ് ചെയ്യുന്നത്. ഒരു മനസ്സേ ഉള്ളൂ, പക്ഷേ അതിന് രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്, രണ്ട് കടമകളുണ്ട്. ഈ രണ്ട് കടമകളും വളരെ വ്യത്യസ്തമാണ്. മനസ്സിൻ്റെ ഈ ഡ്യുവൽ നേച്ചറിനെ പല പേരുകളിൽ നമ്മൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മനസ്സിൻ്റെ ഈ ഡ്യുവൽ നേച്ചർ, അതുകൊണ്ടാണ് നമ്മൾ ഈ സബ് കോൺഷ്യസ് മൈൻഡ്
അല്ലെങ്കിൽ സാധാരണ കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പോൾ പല പുസ്തകങ്ങളിലും പല ഓഡിയോകളിലൊക്കെ നിങ്ങൾ പല പേരുകൾ കേൾക്കും. ഉദാഹരണത്തിന് ഒബ്ജക്റ്റീവ് മൈൻഡ് എന്ന് കേൾക്കാറുണ്ട് അല്ലേ? ഒബ്ജക്റ്റീവ് മൈൻഡ് അല്ലെങ്കിൽ സബ്ജക്റ്റീവ് മൈൻഡ്. ഒബ്ജക്റ്റീവ് മൈൻഡും സബ്ജക്റ്റീവ് മൈൻഡും. ഞാനിപ്പോൾ പറയുന്ന കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും, അല്ലെങ്കിൽ വർക്കിംഗ് മൈൻഡും സ്ലീപ്പിംഗ് മൈൻഡ് എന്നും പറയാറുണ്ട് ചില ആൾക്കാർ. അല്ലെങ്കിൽ സർഫസ് സെൽഫ്, അതേപോലെ ഡീപ്പ് സെൽഫ് എന്ന് പറയാറുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള സെൽഫും പുറത്തുള്ള സെൽഫും അത് പറയാറുണ്ട്. അല്ലെങ്കിൽ വോളണ്ടറി മൈൻഡ് ആൻഡ് ഇൻവോളണ്ടറി മൈൻഡ് എന്ന് പറയാറുണ്ട്. അതുമല്ലെങ്കിൽ മെയിൽ മൈൻഡ്, അതുപോലെ ഫീമെയിൽ മൈൻഡ് അങ്ങനെയും പറയാറുണ്ട്. റാഷണൽ മൈൻഡും ഇറാഷണൽ മൈൻഡ് എന്ന് പറയാറുണ്ട്. അങ്ങനെ പല പേരുകളിൽ നമ്മുടെ ഈ മനസ്സിനെ നമ്മൾ പറയാറുണ്ട്. ഞാൻ ഈ ഓഡിയോ സീരീസിൽ മുഴുവനായിട്ട് ഉപയോഗിക്കുന്നത് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡ്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്, പറയുന്ന കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെയാണ്. നമ്മുടെ മനസ്സ് 2-3 മനസ്സൊന്നും ഇല്ല അല്ലേ, ആകെ ഒരൊറ്റ മനസ്സേ ഉള്ളൂ. ആ മനസ്സിന് 2 വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ട്, 2 വ്യത്യസ്ത ക്യാരക്ടേഴ്സ് ഉണ്ട്. ഈ 2 വ്യത്യസ്ത കടമകൾ നമ്മുടെ മനസ്സ് ചെയ്യുന്നുണ്ട്. ഈ കടമകൾ രണ്ടും 2 തലത്തിലാണ്. 2 ശക്തിയാണുള്ളത്, 2 സ്വഭാവമാണുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിനെ 2 പേരിൽ വിളിക്കുന്നത്. കോൺഷ്യസ് മൈൻഡ് എന്നും സബ് കോൺഷ്യസ് മൈൻഡ് എന്നും വിളിക്കുന്നത്, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് മൈൻഡ് എന്നും സബ്ജക്റ്റീവ് മൈൻഡ് എന്നും വിളിക്കുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കൺസ്ട്രക്റ്റീവും പീസ്ഫുള്ളുമായിട്ടുള്ള ചിന്തകൾ കൊണ്ട് നിറയ്ക്കുമ്പോൾ അതേ രൂപത്തിലുള്ള അല്ലെങ്കിൽ അതേ രീതിയിലുള്ള സാഹചര്യങ്ങളെയും ചുറ്റുപാടുകളെയും നമ്മുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടാവും സബ് കോൺഷ്യസ് മൈൻഡ് അതിനോട് റെസ്പോണ്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ തോട്ട് പ്രോസസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് തുടങ്ങുമ്പോൾ നമ്മുടെ ഏത് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പരിഹരിക്കുന്നതിന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ശക്തിയെ പ്രയോഗിക്കാൻ നമുക്ക് സാധിക്കും. അതായത് നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനെ പരിഹരിക്കുന്നതിനായിട്ട് നമ്മൾ ആരെയൊക്കെ ആശ്രയിക്കുക? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ആശ്രയിക്കും. കാരണം നമുക്ക് നമ്മുടെ ചിന്തകളെയൊക്കെ ആ സമയത്ത് നിയന്ത്രിക്കാൻ സാധിക്കും. ആ സമയത്തൊന്നും ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇതിൻ്റെ പ്രവർത്തനം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം നമ്മൾ ഈ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ കടന്നു പോകുന്ന പ്രശ്നത്തിനും സിറ്റുവേഷനൊക്കെ സൊല്യൂഷൻ എവിടെയുണ്ടെന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് നമുക്ക് തന്നെ അറിയാം. അപ്പോൾ നമ്മൾ എന്തായിരിക്കും? നമ്മൾ ബോധവാന്മാരായിരിക്കും. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ എന്താണ്? നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഈ ഇൻഫിനിറ്റ് പവറുമായി ബോധപൂർവം കോപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായല്ലോ? നമ്മുടെ ഉള്ളിൽ തന്നെ ആ പവറുണ്ട്. ആ പവറിൽ നിന്ന് നമുക്ക് ആ ഉത്തരത്തിലേക്ക് എത്താം, അല്ലെങ്കിൽ സൊല്യൂഷനിലേക്ക് എത്താമെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മളത് ബോധപൂർവം അതിനുള്ള ശ്രമം നടത്തും അല്ലേ? ഈ ഒരു ഇൻഫിനിറ്റ് പവർ തന്നെയാണ് എന്ത്? ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നു. നമ്മുടെ ചുറ്റുപാടുമുള്ള മനുഷ്യരിൽ ഭൂരിഭാഗവും പുറമേയുള്ള കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്താണ് ജീവിക്കുന്നത്. അതായത് നമ്മളെപ്പോലെ സാധാരണക്കാരായ മനുഷ്യരെന്താണ്, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസും നമ്മുടെ ലുക്കും ഒക്കെയാണ് കൂടുതലും നമ്മൾ ശ്രദ്ധിക്കുന്നു, നമ്മുടെ എനർജി നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ്. പക്ഷെ എന്നാൽ എൻലൈറ്റൻഡ് ആയിട്ടുള്ള ആളുകൾ, അതായത് ബോധോദയം ഉണ്ടായ ആളുകൾ നമ്മൾ പറയില്ലേ, അവരെ ശ്രദ്ധിച്ചാൽ അവരെന്താണ് ചെയ്യുന്നത്? അവർ കുറേ കൂടി അവരുടെ ഉള്ളിലുള്ള ലോകത്തോടാണ് കൂടുതൽ താല്പര്യം കാണിക്കുന്നത് അല്ലേ? ഉള്ളിലുള്ള ലോകം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം എന്താണ് നമ്മുടെ ഉള്ളിലുള്ള ലോകം എന്ന് പറഞ്ഞാൽ. എന്താണ്? നമ്മുടെ ചിന്തകളും വികാരങ്ങളും ഇമാജിനേഷനും ഒക്കെയാണ് നമ്മുടെ ഈ ഉള്ളിലുള്ള ലോകം എന്ന് പറയുന്നത്. ഈ ഒരു ഉള്ളിലുള്ള ലോകം, അതായത് നമ്മുടെ ഈ ചിന്തകളും ഇമാജിനേഷനും വികാരങ്ങളും ഒക്കെ തന്നെയാണ് നമ്മുടെ പുറമേയുള്ള ലോകത്തെ സൃഷ്ടിക്കുന്നത്. അത് പക്ഷെ നമ്മൾ മറന്നു പോകാറുണ്ട്. അത് നന്നായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ പറയുന്ന മഹാന്മാരെല്ലാം അവരുടെ ഉള്ളിലുള്ള ലോകത്തെ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മുടെ മനസ്സിനുള്ളിൽ നിന്ന് തന്നെയാണ് നമ്മുടെ ചുറ്റുപാടുകളെ സൃഷ്ടിക്കപ്പെടുന്നത് അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നത്.